അപ്പോൾ എൻ്റെ മക്കളെ, എല്ലാ ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനായുള്ള ദൈവത്തിൻ്റെ ക്യാപിറ്റൽ പ്രോമിസ് ഇസ് ഹോളി സ്പിരിറ്റ്. എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ള മനുഷ്യൻ്റെ മോചനത്തിനായി ദൈവത്തിൻ്റെ പ്രിൻസിപ്പൽ പാക്കേജ് ഇസ് ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് എന്നിലും നിന്നിലും പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന സ്റ്റെപ്പും ആദ്യ നടപടിക്രമവും അനുതാപമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരിച്ചോരെ അനുസ്മരിച്ചുകൊണ്ട് അനുതാപത്തിലേക്ക് നയിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവിലാലും മുറിവിനെ അനുസ്മരിച്ചുകൊണ്ട് പശ്ചാത്താപത്തിലേക്ക് നയിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുശിരസിലെ അമർന്നിറങ്ങിയ മുൾക്കിരീടത്തെ അനുസ്മരിച്ചുകൊണ്ട് എന്നെ അനുതാപത്തിലേക്ക് നയിക്കണമേ. അങ്ങേ നയിച്ച ആത്മാവിന്റെ ശക്തിയാൽ ഞാനും നയിക്കപ്പെടട്ടെ. അങ്ങയുടെ പീഡാനുഭവത്താൽ, അങ്ങയുടെ കുരിശുമരണത്താൽ, അങ്ങയുടെ പുനരുത്ഥാൽ നേടിയെടുത്ത ആത്മാവിനാൽ വിശ്വാസ സമൂഹത്തെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. രൂപരഹിതമായ ഭൂമിയെപ്പോലെ ആഴത്തിന്റെ മീതെ അന്ധകാരം വ്യാപിച്ചതുപോലെ എന്റെ ദൈവമേ, എന്റെ ജീവിതം രൂപരഹിതമായി ഇരുട്ട് കയറി ഭാവിയെ കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാതെ കർത്താവേ ഞാൻ വഴിമുട്ടി നിൽക്കുന്ന കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ഇരുട്ടിലൂടെ അമ്മേ പരിശുദ്ധാത്മാവേ, നിന്നെ നയിച്ച ആത്മാവിനാൽ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ശ്രുതികെട്ട ഇടിമുഴക്കം പോലെ പാവനാത്മാവേ ശ്രുതികട്ടെ. മഹത്വം മഹത്വം ആരാധന ആരാധന. വന്നിടുക ഇടിമുഴക്കം പോലെ കൊടുങ്കാറ്റ് പോലെ പാറട്ടെ. നിന്റെ ഗാനങ്ങളാൽ എന്നുള്ളം നിറയ്ക്കണേ. ജീവനും നീയേ, ജീവനേ സത്യവുമേ, എന്റെ സർവ്വ സായുജ്യമേ. ജീവനുമേ, ജീവനുമേ സത്യവുമേ, എന്റെ സർവ്വ സായുജ്യമേ. ജീവനുമേ, ജീവനുമേ സത്യവുമേ, എന്റെ സർവ്വ സായുജ്യമേ. ദാസരിൽ വന്നിടുക നിന്റെ ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. നിന്റെ നിന്റെ തിരുവരുവാകുന്ന വലത് കരാം, ആഴപ്പെടുവാകുന്ന അത്ഭുത കരാം ഓരോ മകളുടെ പേരും ഓരോ മകളുടെ പേരും ഓരോ മകളുടെ പേര് അടുപ്പുപോലെ അടുപ്പുപോലെ പോലെ
എല്ലാ കോശങ്ങളിലും പേശികളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും പെയ്തിറങ്ങട്ടെ 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 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആയിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മ ഇത് തന്നെയാണ് ചോദിച്ചത്. ആദിയിൽ ദൈവം ആകാശവും സൃഷ്ടിച്ചപ്പോൾ രൂപരഹിതമായതുപോലെ ശൂന്യമായതുപോലെ ആഴത്തിൽ അന്ധകാരം വ്യാപിച്ചതുപോലെ ഒരു മനസ്സായിരുന്നു അമ്മയുടേത്. അന്ന് അമ്മ അപ്പായോട് ചോദിച്ചു, അപ്പാ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഇരുട്ടിനെ എങ്ങനെ തരണം ചെയ്യും? ഞാൻ ഈ അന്ധകാരത്തെ എങ്ങനെ അതിജീവിക്കും? അപ്പാ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഈ വരാൻ പോകുന്ന എല്ലാ പുകിലുകളും ഞാൻ എങ്ങനെ അതിജീവിക്കും ചോദിച്ചപ്പോൾ അപ്പാ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, കൈയടിക്കട്ടെ. എൻ്റെ സഹോദരൻ, ബി കോൺഷ്യസ് അബൌട്ട് ദ പവർ ഓഫ് ഗോഡ്, എ സ്പിരിറ്റ് ഓഫ് ഗോഡ്. നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ ഒരു പത്രം കൊടുക്കുമ്പോൾ കൈമാറുമ്പോഴേ നിങ്ങളുടെ വിശ്വാസം കൈമാറുന്നു. വിശ്വാസത്തിൻ്റെ ആത്മമണാളനായി യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൈമാറുന്നത്. ആ കൈമാറി കഴിയുമ്പോഴേ കർത്താവേ, ഈ വിശ്വാസ കൈമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടിയിലൂടെ ഞാൻ നിർവഹിക്കുന്ന ആത്മരക്ഷാ പ്രവർത്തനങ്ങളിലൂടെ ഈ വിശ്വാസ കൈമാറ്റത്തിനായി അപ്പോസ്തല സ്ഥാനത്തിലേക്ക്, ശുശ്രൂഷ സ്ഥാനത്തിലേക്ക് ആ ജോലികൾ പങ്കിടാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്ന കർത്താവേ, കാലങ്ങളിലെ കൈമാറാൻ എനിക്കും ആത്മാവിനാൽ ആത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. ആത്മാവ് വരുമ്പോഴും നമ്മൾക്ക് ചെയ്യണത് പാപം ഒഴിവായി പലോപനങ്ങളോട് നമ്മൾ ശാശ്വതമായ രീതിയിൽ സുല്ല് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ എന്താ ചെയ്യണത്? വി വിൽ ബി എംപവേർഡ്. അതാണ് 2:4 എടുത്ത് ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ മരുഭൂമിയിലേക്ക് വന്നു, മരുഭൂമിയിൽ നിന്ന് തിരിച്ചു വന്നു, അവൻ ഗലീലയിലേക്ക് വന്നു. ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്. 4:14. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഓക്കെ, അത് മനസ്സിലായില്ലേ? മരുഭൂമിയിലെ പരീക്ഷ കഴിയുമ്പോഴുടനെ നീ ഒരു പാപത്തോട് നിങ്ങൾ സുല്ല് പറയുമ്പോൾ നിങ്ങൾ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സംഭവിക്കണത്? പാപം ഒഴിഞ്ഞു പോകുക മാത്രമല്ല ചെയ്യണത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നു. ഇത് രണ്ടും ഒരു സ്വിച്ചിൽ 2 കാര്യങ്ങൾ നടക്കും. ഒരു നിമിഷം നമ്മൾ പശ്ചാത്തപിച്ച പാപത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിൽ ബി എംപവേർഡ് ദ സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ നിന്നിൽ നിറയാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിനക്കൊരു മുൻധാരണ ഉണ്ടാകണം. എന്താണ്? ഓരോ പാപവും, ഓരോ ദുശ്ശീലവും, ഓരോ ദുഷിച്ച ബന്ധങ്ങളും നീ അതിനോടെല്ലാം ബൈ പറഞ്ഞ് ഒത്തുതീർപ്പിൽ എത്താതെ നീ ഒന്നേക്ക് ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധാത്മായി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ശക്തിപ്പെടുത്തുക എന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതായത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മറിയത്തോട് ദൈവം പറഞ്ഞത്, യു വിൽ ബി ഇൻസ്പിരിറ്റഡ് വിത്ത് ദ പവർ ഓഫ് ദി ഓൾമൈറ്റി. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്താണ്? അത്യുന്നതൻ്റെ ശക്തി. ലുക്കാ 1:35 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 1:35. ദൂതൻ മറുപടി പറഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിന്റെ ജീവിതത്തിലുണ്ടല്ലേ എങ്ങനെ ഞാൻ ഇങ്ങനെ കരകയറും? ഇത്തരം കടമുണ്ടല്ലോ, ഇത്തരം 14 കൊല്ലം എനിക്ക് മക്കളില്ലല്ലോ, എനിക്ക് മക്കളുണ്ടാകും,
ഇത്രയും നാളുടെ എനിക്ക് 36 വയസ്സുണ്ടല്ലോ, എനിക്ക് എൻ്റെ കല്യാണം നടക്കാത്തത് എന്താണ്, ഇതെങ്ങനെ സംഭവിക്കും, ഇനി എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ബൈബിളിന് 2 ഉത്തരമില്ല, ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ്? ദൂതൻ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ഇതെന്ത്? അതായത് 2 കാര്യം. ഒന്ന്, ലൂക്കാ 2:14 യേശു ഗലീലയിലേക്ക് വരണത് പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ്. ഇതുപോലെ തന്നെ അമ്മ എലിസബത്തിലേക്ക് പോകുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണ്. നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളിലേക്ക് പോകുമ്പോൾ മുമ്പ് നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കണം. നിൻ്റെ നിയോഗങ്ങളില്ലേ, നിനക്ക് 100,000 നിയോഗങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, ഈ നിയോഗങ്ങളിലേക്ക് നീ സഞ്ചരിക്കണം മുമ്പ് നീ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന് നിറഞ്ഞിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടിയിലെ ഞാൻ എഴുതി വച്ചിരിക്കണ നിയോഗങ്ങളിലേക്ക് ഞാൻ സഞ്ചരിച്ചെത്തും മുമ്പേ ഈശോയെ പോലെ, പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധ അമ്മയെ പോലെ എന്നെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്നതിനായി പാപബോധം നൽകണമേ. പാപത്തോട് ഒത്തുതീർപ്പില്ലാതെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ആത്മാവാൻ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാൻ ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പം മറിയോ പരിശുദ്ധ അമ്മയും എലിസബത്തിനെ കാണാൻ പോകുന്നതാണ് അടുത്തത്. അപ്പം അമ്മയുടെ മനസ്സിന് ഒരു രൂപമില്ല, 2-3 പ്രശ്നങ്ങൾക്ക് രൂപമില്ല. ആഴത്തിനുമേ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് പരിശുദ്ധാത്മാവിനെ എംപവർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവാണ് എല്ലാം റീസെറ്റ് ചെയ്യണത്. മറിയത്തിൻ്റെ ഉള്ളിലുള്ള സംഭവം, താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പ്രഗ്നൻ്റായി. പക്ഷേ അമ്മയെ ഒരു 16 വയസ്സുള്ള യഹൂദ യുവതി എന്ന രീതിയിൽ അമ്മയ്ക്കിതിൻ്റെ മറ്റ് ഫിസിക്കൽ വശങ്ങളെക്കുറിച്ച് അത്രയ്ക്ക് ഐഡിയ ഇല്ല. അത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല, എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആകുകയും എങ്ങനെയാണ് കല്യാണം കഴിക്കണമെന്ന് മനസ്സമ്മതം കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആകുകയും നാട്ടിലിങ്ങനെ വീർത്ത വയറുമായിട്ട് നടക്കുകയും അപ്പം നാട്ടുകാരെന്ത് പറയും. അപ്പോൾ വരാൻ പോകുന്ന ദുരിതങ്ങളൊക്കെ ഓർത്തിട്ട് അമ്മയ്ക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഐഡിയ ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മ പറയും, നിനക്ക് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, മാനസിക പ്രശ്നമാണ് നിൻ്റെത്, എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തതല്ലേ വിഷയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് വന്നു, അച്ഛാ ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആണ്, അതിൻ്റെ വേറെ അബൌട്ട്സൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ അവളോടൊന്നും മാത്രമേ പറഞ്ഞുള്ളൂ, എത്രയും വേഗം രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ആ ഒറ്റ സംഭവത്ത് കൊണ്ട് അമ്മയുടെയും മകളുടെ സംശയം തീർന്നു പോയി. എത്രയും വേഗം രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അപ്പോൾ അവരെന്തുമാത്രം നേരെ ഇവിടെ ഇരുന്നുകൊണ്ട് കഷ്ടപ്പെട്ട്
അവർ ഒന്ന് നോക്കിയ കല്യാണത്തിന് പ്രഗ്നൻ്റായ ഒരു ലേഡിയുടെ സങ്കടങ്ങൾ എന്തുമാത്രമാണ്. അവളാണ് അത്ര വയസ്സും പ്രായവുമില്ല. അച്ഛൻ വഴക്കിടുവോ, നാട്ടുകാരോട് എന്ത് പറയും, ഇങ്ങനെ കുറേ എന്തായിരിക്കും ഇനി പരിഹൃതി, അബോർഷൻ ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിരിയേണ്ടി വരുമോ, എന്തായിരിക്കും അച്ഛൻ പറയാൻ പോണത് എന്നൊക്കെയായിരിക്കും ഇവിടെ ചിന്തിച്ച് ആകുലപ്പെട്ട് രണ്ടും അമ്മയും മകളും വിഷമിത്താൻ വരണം. ഞാൻ കൈ വെച്ചിട്ട് പറഞ്ഞ് എത്രയും വേഗം ട്രേസ് ചെയ്തിട്ട് തിരിച്ചു വരാൻ. ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. സെക്കൻഡിനുള്ള പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മറുപടി കിട്ടും. ആ പരിശുദ്ധാത്മാവ് ഇപ്പം അമ്മ എന്താ ചെയ്യണം, ഇപ്പം പരിശുദ്ധ അമ്മ എന്താ ചെയ്തിരിക്കണത്, നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇത് എലിസബത്ത് എന്ന് പറയുന്നത് 65 വയസ്സുള്ള വലിയമ്മയാണ്. ഇവർക്ക് 16 വയസ്സേ ഉള്ളൂ. 16 വയസ്സുകാരത്തി എങ്ങനെയാണ് 65 വയസ്സുള്ളവരോട് അവർ പ്രഗ്നൻ്റ് ആണെന്ന് ചോദിക്കണത്? ഭയങ്കര പ്രശ്നമില്ലേ? അത് അമ്മയുടെ പ്രശ്നം അതാണ്. അമ്മ പറഞ്ഞു നീ എലിസബത്തെ പോയി കാണാൻ പറയുന്നുണ്ട്. എലിസബത്ത് പ്രഗ്നൻ്റ് ആണ്, 6 മാസം പ്രഗ്നൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാലാഖ. പക്ഷേ 65 വയസ്സുള്ള ചേടത്തിയോട് പോയിട്ട് ആൻറ്റി പ്രഗ്നൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അമ്മ അങ്ങനെ ചോദിക്കത്തുമില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേരാണ് ഉടനെ ചോദിക്കും, ആൻറ്റിയാണെന്ന് നോക്കത്തില്ല, വലിയമ്മ തലയാണെങ്കിൽ ചോദിക്കും. അന്ന് ചോദിക്കത്തില്ല, അതാണ് പ്രശ്നം. അപ്പം അത് അമ്മയുടെ സ്വകാര്യ പ്രശ്നമാണ്. ഇങ്ങനെ വിഷമിച്ചിങ്ങനെ കഴുത വണ്ടിയെ പോകുമ്പോൾ ഈ വിഷമമുണ്ട്. എങ്ങനെ ആൻറ്റിയോട് ചോദിക്കണം? ആൻറ്റിക്ക് 65 വയസ്സില്ലേ, എനിക്ക് 16 വയസ്സല്ലേ ഉള്ളു, എൻ്റെ കാര്യം എങ്ങനെ ആൻറ്റിയോട് പറയണത്? ആൻറ്റി എന്തായിരിക്കും അതിൻ്റെ പ്രതികരണം? ഇങ്ങനെ ഒരു രൂപവുമില്ല. ആഴത്തിനുമേൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ഭൂമി രൂപരഹിതമായിരുന്നു. കണ്ട, ഇതാണ് അവസ്ഥ. പക്ഷെ പരിശുദ്ധാത്മാവ് അത് രൂപരഹിതമായതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എംപവർ ചെയ്ത് വിട്ടിട്ട് പറയും, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ വാദോരാതെ പറയണ കേൾക്കാം. പരിശുദ്ധാത്മാവ് വരും, വരാതിരിക്കുന്ന കാര്യങ്ങൾ പറയും, അവൻ നിങ്ങളെ സാന്ത്വനപ്പെടുത്തും, സഹായകനായിരിക്കും. ഒന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുന്നത്. പരിശുദ്ധാത്മാവിന് ഉടമ്പടിയാണ് പരിശുദ്ധാത്മാവ് സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല പ്രായോഗിക സൂത്രവാക്യം. കാര്യം അതിൻ്റെ അകത്ത് വിശ്വാസ ആവിഷ്കാരത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്, പ്രയോഗമുണ്ട്, പ്രഖ്യാപനമുണ്ട്. ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു പ്രയോഗ പദ്ധതിയാണ്, സുവിശേഷ പദ്ധതി ഉടമ്പടി. യോഹന്നാൻ 14:26. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പം നമ്മളെ പഠിപ്പിക്കും ഓരോ കാര്യങ്ങളും, എന്താണ് ചെയ്യേണ്ടത്, നാളെ എന്താ ചെയ്യേണ്ടത്, അവരോട് പോയി എന്താ സംസാരിക്കേണ്ടത്, ഇങ്ങനെ എല്ലാം ക്രമീകരിക്കും. അപ്പം നമുക്കൊരു പരിചയമില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ആത്മാവിൽ ആ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിൽ ആത്മാവിനോട് സന്ധിക്കാനും പറ്റും. ഇപ്പം തന്നെ എന്നിട്ട് നമ്മളെ അതിൻ്റെ ഭാഗിക സത്യമല്ലാതെ പൂർണ്ണ സത്യത്തിലേക്ക് എല്ലാ വിഷയത്തിൻ്റെയും പൂർണ്ണതയിലേക്ക്. അപ്പോൾ 16:13 എടുത്തേ. യോഹന്നാൻ 16:13. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പം ഇങ്ങനെ ഓരോരോ ദൗത്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിൽ എന്തെല്ലാം ദൗത്യങ്ങളുണ്ട് അതെല്ലാം ഈശോ പറഞ്ഞുകൊണ്ടേയിരിക്കും. തൻ്റെ ഡിപ്പാർച്ചർ സ്പീച്ചിലാണ് ഇതെല്ലാം വരുന്നത്. കർത്താവിൻ്റെ അവസാനത്തെ 6 മാസമില്ലേ, ഈ ഭൂമിയിലുള്ള തൻ്റെ അവസാനത്തെ 6 മാസത്തിലാണ് ആത്മാവിനെക്കുറിച്ച് വല്ലാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും മലമൂടി തന്നെയായിരിക്കും, പലപ്പോഴും പ്രാർത്ഥനയിലായിരിക്കും. പ്രാർത്ഥിച്ചു വരുമ്പോൾ സംസാരിക്കേണ്ട പരിശുദ്ധാത്മാവിനെക്കുറിച്ചായിരിക്കും. അപ്പോൾ ടേക്ക് സീരിയസ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ഓരോ ഉടമ്പടി വാഗ്ദാനങ്ങളും നിങ്ങൾ നിറവേറ്റുമ്പോഴും കർത്താവെ ഇത് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറേ പരിഹാരങ്ങൾ വരും. എന്താ മറിയത്തിൻ്റെ പ്രശ്നം എന്താ? മറിയത്തിന് രൂപമില്ല. ഇതെങ്ങനെയാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്? ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് എങ്ങനെയാണ് അമ്മയോട് പറയണത്? ഇനി ഞാൻ തന്നെ പ്രഗ്നൻ്റ് ആണോ? ഈ മംഗളവാർത്തയിൽ എന്താ സംഭവിച്ചത്? അതുകൊണ്ടാണ് ഇവരെ നേരെ അമ്മയുടെ അനിയത്തിലേക്ക് ചാർച്ചക്കാരിലേക്ക് വിടുന്നത്.
ഇപ്പം എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എലിസബത്ത് ആദ്യം തന്നെ മറിയത്തെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറയും. നിറയെ മാത്രമല്ല, പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ ഗർഭശിശുവിനെ തുള്ളിച്ചടിക്കും. അപ്പം പരിശുദ്ധാത്മാവ് എലിസബത്തിനോട് പറയും, വന്ന് നിൽക്കുന്നത് ആരാണെന്ന് നോക്കിക്കേ, നിൻ്റെ പഴയ മേരിക്കുട്ടിയൊന്നുമല്ല. എന്താണ്? ഹീസ് ദ മദർ ഓഫ് ഗാഡ്. ഹോ, മൈ ഗോഡ്സ് മദർ, എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് എലിസബത്ത് മുട്ടേ നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അത് അപ്പം കർത്താവിൻ്റെ അമ്മയാണ് താനെന്ന് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറയിപ്പിക്കുമ്പോൾ മറിയത്തിന് രൂപം ഉണ്ടാകും. രൂപവും ഭാവവും ഇല്ലാതെ പോയ ആളാണ്. ആത്മാവാണ് എല്ലാത്തിനും രൂപം ഉണ്ടാകുന്നത്. ഒരിക്കൽ ആത്മാവ് എലിസബത്തിലൂടെ എല്ലാ ആശങ്കകൾക്കും മറിയത്തിന് മറുപടി കൊടുക്കണം. കണ്ടില്ലേ എന്ത് രസമാണ്, എന്ത് മനോഹരമാണ്. അപ്പോഴാണ് അമ്മ ഒന്ന് ദീർഘനിശ്വാസം പറയും. അപ്പോഴാണ് ഒരു ആശ്വാസം വേണ്ടത്. രൂപം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ്? മൈ സോൾ മാഗ്നിഫൈസ് ദി ലോർഡ്, എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വയറെ പൊത്തും. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് ആരാ പറഞ്ഞത്? കത്തോലിക്ക സഭ അല്ല. അവിടെയല്ലേ തെറ്റിയത്? ആരാ പറഞ്ഞത്? എലിസബത്ത്. എലിസബത്താണോ പറഞ്ഞത്? അല്ല. ആരാണ്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞു. കൈയടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ജപമാല ചിലർക്ക് ആക്സസറി ആയിരിക്കണത്? അവയവമല്ല, ആക്സസറി ആയിരിക്കണത്. കാര്യം മാതാവ് നിങ്ങൾക്ക് ആക്സസറി ആയതുകൊണ്ടാണ്. അഡീഷണൽ ഫിറ്റിങ്സ്. ആക്സസറി എന്ന് പറയുന്നത് എന്താണ്? കാറിൻ്റെ ആക്സസറി എന്താണ്? ആ വീലെ വെച്ചിട്ട് വീലിനകത്തൊരു കാറിൻ്റെ വീല് നമുക്ക് കിട്ടും, അല്ലേ? കമ്പനിയിൽ നിന്ന് കിട്ടും. പിന്നെ അതിൻ്റെ ആ വീലിൻ്റെ അവിടെ വെച്ചിട്ട് വീൽ ഗാർഡില്ലേ, വീൽ ഗാർഡ് വെള്ളി നിറത്തി തിളങ്ങുന്ന സാധനം, അത് വിളക്ക് മേടിക്കുന്നതാണ്. അതിന് ആക്സസറി എന്ന് പറയുന്നത് അഡീഷണൽ ഫിറ്റിങ്സ്. മാതാവ് അഡീഷണൽ ഫിറ്റിങ്സ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ജപമാലയും അഡീഷണൽ ഫിറ്റിങ്സ് ആയിരിക്കണത്. മാതാവ് അവയവത്തിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ജപമാലയും അവയവമാണ്. ആധ്യാത്മികമായ വേദശാസ്ത്രങ്ങളിലെ മാതാവ് അവയവത്തിൻ്റെ ഭാഗമാണ്. മൈ ഗോഡ്സ് മദർ. അത് എലിസബത്ത് പറഞ്ഞതല്ല. പിന്നെ ആരാ പറഞ്ഞത്? പുത്രൻ തമ്പുരാൻ, പിതാവായ ദൈവത്തിൻ്റെ മകനായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ, പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞ തിരികെ ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത് ഹീസ് ഗോഡ്സ് മദർ. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.